ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. യുവാവ് മുഖ്യമന്ത്രിയുടെ മുഖത്തടിച്ചു. ഔദ്യോഗിക വസതിയിൽ ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ആക്രമണമുണ്ടായത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരും. അതിനു മുൻപ് ചില ദൃശ്യങ്ങൾ. जन सुनवाई के दौरान मुख्यमंत्री जिस तरह से जनता के बीच में रह के लगातार बात करती हैं वो बात कर रही थी। ऐसे में एक शख्स उनके पास आता है, कुछ कागज आगे रखता है और अचानक उनका हाथ पकड़कर उनको खींचने की कोशिश करता है। അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, ഒരു മുഖ്യമന്ത്രിയുടെ മുഖത്തടിക്കുക, അതും ഔദ്യോഗിക വസതിയിൽ എല്ലാ സുരക്ഷാ സംവിധാനങ്ങൾക്കും ഇടയിൽ നിൽക്കുമ്പോൾ എന്നുള്ളതാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. കേട്ടല്ലോ, ഡൽഹിയിൽ മുഖ്യമന്ത്രി പോലും സുരക്ഷിതയല്ല എന്ന്. എന്താണ് സംഭവം? അത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ ഡൽഹി മുഖ്യമന്ത്രിയുടെ വസതിയുള്ള സിവിൽ ലൈൻസിൽ അവിടെ തന്നെയാണ് ഇവർക്ക് ജനസമ്പർക്ക പരിപാടികളെല്ലാം തന്നെ നടത്താനുള്ള ഓഫീസും ഉള്ളത്. അതായത് വീടിനോട് ചേർന്ന് അവിടെ ഇന്ന് രാവിലെ ജനസമ്പർക്ക പരിപാടി നടന്നിരുന്നു. അതിലേക്ക് പരാതി നൽകാൻ വന്ന ഒരു യുവാവ്, 35 വയസ്സ് ആണ് അയാൾക്ക് പ്രായമുള്ളത്. ചില പേപ്പറുമായി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് സംസാരിക്കാൻ വരണു. അടുത്തെത്തിയ ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ച് അടിച്ചു എന്നുള്ള കാര്യമാണ് അവിടെയുള്ള ദൃക്സാക്ഷികളും അതുപോലെ തന്നെ BJPയുടെ ഡൽഹി അധ്യക്ഷനും എല്ലാവരും വ്യക്തമാക്കുന്ന കാര്യം. വളരെ ഉച്ചത്തിൽ മുഖ്യമന്ത്രി നേരെ അദ്ദേഹം ഷൗട്ട് ചെയ്തു, അതായത് നിലവിളിച്ചു എന്നുള്ള കാര്യം കൂടി അവിടെയുള്ള ദൃക്സാക്ഷികളെല്ലാം തന്നെ പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം അവിടെ ഒരു ആൾക്കൂട്ടമുണ്ടായി, ചില ബഹളമുണ്ടായി. പക്ഷേ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റു സുരക്ഷാ ഉദ്യോഗസ്ഥർ അയാളെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു എന്നുള്ള കാര്യമാണ് അതിനുശേഷം സംഭവിച്ചത്. ഇപ്പോൾ അയാളെ സിവിൽ ലൈൻസിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇയാളെ എവിടെ നിന്ന് വന്നുവെന്നോ പേര്, മറ്റു വിവരങ്ങൾ, ഏതെങ്കിലും പാർട്ടിയുടെ അനുഭാവിയാണോ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇപ്പോൾ പുറത്ത് വിട്ടിട്ടില്ല. ഡൽഹി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം, ചോദ്യം ചെയ്യലെല്ലാം തന്നെ നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സിവിൽ ലൈൻസിലെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് DCPയും എത്തി അവിടെയും വിശദമായിട്ടുള്ളൊരു പരിശോധന നടത്തി. രേഖാ ഗുപ്തയെ ഇപ്പോൾ എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ പ്രാഥമികമായിട്ട് അവരെ ഒന്ന് പരിശോധിച്ചു. പ്രശ്നമൊന്നുമില്ല, സ്റ്റേബിളാണ്, ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ചില രേഖകളോ പേപ്പറുകളോ മറ്റോ കൈമാറി എന്നൊക്കെ ദൃക്സാക്ഷികൾ പറയുന്നുണ്ടായിരുന്നല്ലോ. എന്തെങ്കിലും പരാതി ഉന്നയിക്കാൻ വരികയോ ചില ആശയവിനിമയങ്ങൾ നടത്തുകയോ തർക്കമുണ്ടാവുകയോ മറ്റോ ഉണ്ടായോ? അത് ഒരു പ്രകോപനവും ഉണ്ടായിട്ടില്ല. തർക്കം എന്ന നിലയിൽ മുഖ്യമന്ത്രിക്ക് നേരെ നിലവിളിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇരുവരും തമ്മിലൊരു തർക്കമൊന്നും, അതിനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഇയാൾ ജനസമ്പർക്ക പരിപാടിക്ക് വന്നത് ചില പേപ്പറുകളുമായിട്ടാണ്. ആ പേപ്പറിൻ്റെ വിശദാംശങ്ങളൊന്നും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. ചില പരാതികൾ തന്നെയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. ആ പരാതിയുമായി മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി അടുത്തേക്ക് നീങ്ങുന്നു. അടുത്തെത്തിയ ഉടനെ തന്നെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ച് മുഖത്തടിച്ചു എന്നുള്ള കാര്യമാണ് നിലവിൽ എന്തായാലും അവിടെയുള്ള ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. അതായത് പ്രകോപനം ഉണ്ടായിരുന്നില്ലേ? മുഖ്യമന്ത്രിയുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിക്കുമ്പോഴൊന്നും ഇടപെടാൻ സാധ്യമായ അകലത്തിൽ ആരും ഉണ്ടായിരുന്നില്ലേ? അവിടെ സുരക്ഷാ ജീവനക്കാരുണ്ടായിരുന്നു, സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. പക്ഷേ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇനി അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇയാൾ കയ്യിൽ പിടിച്ച് വലിക്കുമ്പോഴോ മുഖത്തടിക്കുമ്പോഴോ ഒന്നും തന്നെ ഇടപെടാനോ തടയാനോ ഉള്ള ദൂരത്തിലായിരുന്നില്ലേ പോലീസുകാർ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നത് എന്നുള്ളത് ഉയരേണ്ട ഒരു ചോദ്യമാണ്. അതിപ്പോൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ആ സുരക്ഷാ വീഴ്ചയെ സംബന്ധിച്ച് അന്വേഷണവും പോലീസിൽ ആഭ്യന്തരമായിട്ടുള്ള അന്വേഷണവും ഉണ്ടാകും. അതിനുശേഷമൊക്കെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരികയോ അല്ലെങ്കിൽ പുറത്തു വരുമോ എന്നുള്ള കാര്യം കൂടി ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ ആഭ്യന്തര വകുപ്പ് തന്നെയാണ്, കേന്ദ്ര സർക്കാരാണ് ഇവിടെ പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരെയും എല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. അതാണ് കൗതുകം. BJPയുടെ സംസ്ഥാന നേതൃത്വം സുരക്ഷാ വീഴ്ച ഗൗരവതരമാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ആ സുരക്ഷാ വീഴ്ചയുടെ ചുമതല നിർഭാഗ്യവശാൽ അവർക്ക് തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ ആരോപണം കടുപ്പിക്കുന്നതിന് സാധ്യമാകുന്ന ഒരു ഘടകം, പ്രതിബന്ധമാകുന്ന ഒരു ഘടകം. അതേസമയം കോൺഗ്രസ് ആരോപണം കടുപ്പിക്കുകയുമാണ്.